ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം പാളയത്തുള്ള മദേഴ്സ് വെജ് പ്ലാസ എന്ന പ്യോർ വെജ് റെസ്റ്റോറന്റിന് മുമ്പിലാണ്. എന്നോട് ഈയിടെ കുറച്ച് പ്രേക്ഷകർ പറഞ്ഞിരുന്നു, ബായ് കഴിച്ചതൊന്നും ശരിക്കുള്ള സദ്യ ഒന്നും അല്ല, ഇവിടെ വന്ന് കഴിക്കണം, ഇതാണ് യഥാർത്ഥ സദ്യ. അത് ഒരുപക്ഷെ ശരിയാവാം, അല്ലെങ്കിൽ ശരിയാവാതിരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ചു വന്നതാണ്. എടാ മോനെ, ഇവിടത്തെ തിരക്ക് കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. തിരുവനന്തപുരത്തെ മൊത്തം ആൾക്കാർ ഇവിടെ ഉണ്ടോന്ന് വരെ സംശയിച്ചു പോയി. ഇന്നൊരു വീക്ക് ഡേ ആയിട്ടുണ്ട് ഇത്ര തിരക്ക്. അപ്പൊ വീക്കെൻഡിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ഷോ, ഹൗസ് ഫുള്ളാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇരിക്കുന്നവരുടെ പിന്നിൽ പോയി നിൽക്കണം. അതിനു മുമ്പ് ഇവരുടെ മീൽസ് കൂപ്പണും കൂടി വാങ്ങിച്ചിട്ട് വേണം വന്നിരിക്കാൻ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ നമുക്ക് ഒരു ടേബിൾ കിട്ടി. അപ്പൊ ഇനി എന്തായാലും അവര് ഇലയിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്നിനും അധികം താമസമൊന്നുമില്ല, എല്ലാം വളരെ പെട്ടെന്നാണ്. ഇല ഇട്ട് കഴിഞ്ഞപ്പോ ദേ വന്നു അച്ചാറുകൾ. അതും ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 തരം അച്ചാറുകളാണ് തരുന്നത്. ഇതിന് പിന്നാലെ ദേ വരുന്നു മറ്റൊരു ട്രേ. അതിൽ പപ്പടമുണ്ട്, പഴമുണ്ട്, പരിപ്പുവടയുണ്ട്, ചിപ്സ് ഉണ്ട്, ശർക്കര വരട്ടിയുണ്ട്, കൊണ്ടാട്ടമുളകും ഉണ്ട്. പിന്നെ വന്നത് 2 തരം പച്ചടി, ഒരു തീയല്, പിന്നെ ഒരു പച്ചടിയും കൂടി വന്നിട്ടുണ്ട്. പിന്നെ പപ്പടം ലാവിഷായിട്ട് വെക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ അവിയല് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് തോരൻ വന്നിട്ടുണ്ട്. എല്ലാം ഒരു പ്രത്യേക ഓർഡറിൽ വന്ന് ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു പൊട്ടാറ്റോയുടെ മസാലക്കറി ഇട്ടിട്ടുണ്ട്. പിന്നെ പരിപ്പും നെയ്യും കൂട്ടി കഴിക്കാൻ ലേശം ചോറ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ലേശം പരിപ്പും നെയ്യും ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു ഉരുളെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, സദ്യയുടെ ആദ്യത്തിൽ തന്നെയുള്ള കോംബോ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ തുടക്കം ഗംഭീരായിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുടെ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങാം. ആഹാ, നല്ല അസല് തീയല്, അതിന്റെ ഇടയിൽ ലേശം സാമ്പാർ ഒഴിച്ചു തന്നു. ഇനി നമുക്ക് ആ സാമ്പാർ കൂട്ടി നന്നായി കുഴച്ച് അതിലേക്ക് ആ പപ്പടം പൊട്ടിച്ച് എല്ലാം കൂടി കൂട്ടിക്കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ല ചൊടിയുള്ള സാമ്പാർ. ഇനി നമുക്ക് ഇവരുടെ ക്യാരറ്റ് തോരൻ ലേശം ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്, കാണുന്നത് പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇനി ആ പൊട്ടാറ്റോ മസാലക്കറി കഴിച്ചു നോക്കാം. ആഹാ, നല്ല കിഡിലൻ മസാലക്കറി, ഭയങ്കര ഇഷ്ടമായി. ഇനി നമുക്ക് ഇവരുടെ അച്ചാറുകൾ ഓരോന്നായി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ഇവര് പറഞ്ഞ ഇവരുടെ ഇഞ്ചി അച്ചാറാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അച്ചാർ ട്രൈ ചെയ്യുന്നത്. പിന്നെ ട്രൈ ചെയ്യുന്നത് ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ പച്ചമുളകിന്റെ അച്ചാറാണ്, അതും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. അടുത്തത് ഇവരുടെ മാങ്ങ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പുളിയുള്ള അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇവരുടെ ലാസ്റ്റ് അച്ചാറായ നെല്ലിക്ക അച്ചാറും ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, കൊള്ളാം. മാങ്ങ അച്ചാറിന് അത്ര പുളിയില്ല. ഇനി നമുക്ക് ഇവരുടെ പച്ചടി ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇവരുടെ ഈ വെള്ള പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ലൊരു കുമ്പളങ്ങ പച്ചടിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആഹാ, ഇത് കൈപ്പക്കയുടെ പച്ചടിയാണ്. ആ കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മഞ്ഞ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യവാ, നല്ല പൈനാപ്പിൾ പച്ചടി. 3 പച്ചടിയും ഒന്നിനൊന്ന് മെച്ചായിരുന്നു. പല സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള സദ്യകൾ കഴിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത് ആദ്യമായിട്ടാണ്. ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അവസാനമില്ലാത്ത പോലെ. പിന്നെ വന്നത് ഇവരുടെ 4 പായസങ്ങളാണ്. അതിൽ ആദ്യം അടപ്രഥമനാണ് ഒഴിച്ചത്. അതിനു പിന്നാലെ ട്രിവാൻഡ്രംകാരുടെ സ്വന്തം ബോളിയും വന്നിട്ടുണ്ട്. പക്ഷെ അതല്ല ഇതിന്റെ കൂടെ കഴിക്കേണ്ടത്. ഇതിന്റെ കൂടെ ആ പഴം കൂട്ടിക്കുഴച്ചാണ് കഴിക്കേണ്ടത്. പക്ഷെ എനിക്ക് പഴം വെറുതെ കഴിക്കാനാണ് ഇഷ്ടം, ഒരു ഡെസേർട്ടായി കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അത് കൂട്ടി ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. കൊള്ളാം, നല്ല പായസം. പിന്നെ അടുത്തത് ഇവർ ഒഴിച്ചു തന്നത് ഇവരുടെ കടലപ്പായസാണ്. അപ്പൊ അതിലേക്കുള്ള കോമ്പിനേഷൻ പപ്പടമാണെന്നാണ് പറഞ്ഞത്. പപ്പടം നന്നായി പൊട്ടിച്ച് കുഴച്ച് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം, നല്ലൊരു കോമ്പിനേഷനായി തോന്നി. നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസം. പായസത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ ദേ വരുന്നു പച്ചമോരും പുളിശ്ശേരിയും പിന്നെ രസവും. അടുത്തത് ഇവരുടെ പാലട പായസമാണ് ഒഴിച്ചു തന്നത്. അതിന് പ്രത്യേകിച്ച് കോമ്പിനേഷൻ ഒന്നുമില്ല, വെറുതെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പാലട പായസം.
പിന്നെ ലാസ്റ്റ് വന്നത് ഇവരുടെ ബോളി വെച്ച് അതിലേക്ക് സേമിയ ഒഴിച്ചിട്ട് കഴിക്കേണ്ട കോമ്പിനേഷനാണ്. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമുള്ള സംഗതിയാണ്, പക്ഷെ രണ്ടും സെപ്പറേറ്റ് കഴിക്കാനാണ് ഇഷ്ടം. നമുക്ക് എന്തായാലും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, പക്ഷെ രണ്ടും വേറെ വേറെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പായസങ്ങളൊക്കെ കുടിച്ചതിന്റെ ആ ഒരു കിക്ക് മാറാൻ വേണ്ടിയിട്ട് ലേശം ചോറിട്ടു അതിലേക്ക് ആ മോരും ഒഴിച്ച് ഒന്ന് കഴിക്കുകയാണ്. ഇവര് തന്ന നിർദ്ദേശപ്രകാരം അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പൊ നമുക്ക് ആ മോര് കൂട്ടി ചോറിന്ന് കഴിച്ചു നോക്കാം. നല്ല മോരാണ്, ആ ഒരു കിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ ലേശം പുളിശ്ശേരിയും കൂടി ഒഴിച്ച് ചോറ് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനം ഈ രസം കൂടി ഒന്ന് അകത്താക്കിയ എല്ലാ പായസം കുടിച്ചതിന്റെ കിക്ക് പമ്പ കടക്കും. ഇതോടുകൂടി ഇന്നത്തെ യമണ്ടൻ സദ്യ എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. അപ്പോ ഈ ഒരു സദ്യക്ക് വരുന്ന റേറ്റ് ആണ് ഇത്. 252 രൂപയ്ക്ക് ഈ സദ്യ വെർത്താണോ അല്ലയോ എന്ന് പ്രേക്ഷകർ ഇതിന്റെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. ശരിക്കും ഇങ്ങനത്തെ ഒരുപാട് സ്റ്റെപ്സ് ഉള്ള ഒരു സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു സദ്യ ലവർ ആണെങ്കിൽ എത്ര ദൂരെ നിന്നായാലും ഇവിടം വരെ വന്ന് കഴിക്കുന്നതിൽ ഒരു നഷ്ടവുമില്ല. ഓണം പോലെയുള്ള ഫെസ്റ്റിവൽ സമയത്തൊക്കെ 8 തരം പായസം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ആ സമയത്തൊക്കെ നല്ല തിരക്ക് കാരണം ഇവിടെയുള്ള ക്യൂ കൊണ്ട് റോഡ് വരെ ബ്ലോക്ക് ആവും എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണാം, പല സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള ആൾക്കാരും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. 365 ദിവസം ഇവിടെ ഉച്ചയ്ക്ക് വിളമ്പുന്ന സദ്യയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതുകൂടാതെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും മറ്റു പല വെറൈറ്റി ഫുഡും അവൈലബിൾ ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.